കുറച്ച് നാളുകളായി ചർച്ച ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്നാണ്. അങ്ങനെ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുമോ എന്നത് മറ്റൊരു ചോദ്യം. അതിനിടയിലാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിഭാഗം വലിയ രീതിയിൽ ശശി തരൂരുമായി അടുക്കുന്നു. അത് അദ്ദേഹത്തിന് ഒരു ഗുണകരമായ കാര്യമല്ലേ? അതെ, ശശി തരൂര് വലിയ സ്വപ്നങ്ങൾ കണ്ട ആളാണ്. അദ്ദേഹം ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും നിറവേറ്റുന്നതിനും വേണ്ടിയിട്ടാണ് 2009 തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചത്. ജയിച്ചു വന്ന അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായി മുന്നോട്ട് പോയി. പക്ഷേ അദ്ദേഹം ഒരു അഴിമതി കേസിൽ ആരോപണ വിധേയനായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. 2009 രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതും കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും ഒക്കെ. 2014 2012-13 സംഭവബഹുലമായ കാലമാണ്. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, 2G സ്പെക്ട്രം പോലെയുള്ള, കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള, കോൾഗേറ്റ് പോലെയുള്ള വലിയ വലിയ അഴിമതികൾ ഭൂമിയിലും പാതാളത്തിലും ആകാശത്തും ഒക്കെ UPA സർക്കാർ അഴിമതി നടത്തി എന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരുകയും ഡൽഹി സംസ്ഥാന ഭരണം അവർക്ക് നഷ്ടമാകുകയും ചെയ്തു. ആ സമയത്താണ് ശശി തരൂരിൻ്റെ ഭാര്യ മരിക്കുന്നത്, സുനന്ദ പുഷ്കർ. അന്ന് അദ്ദേഹം വലിയ പ്രതിരോധത്തിലായി. അതിനോടടുത്ത് തന്നെ 2014 തൊട്ട് മുമ്പാണ്, ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഭാര്യയുടെ മരണം. അങ്ങനെ പ്രതിരോധത്തിലായിട്ടും ശശി തരൂർ 2014 തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. വലിയ വെല്ലുവിളിയാണ് BJP അന്ന് ഉയർത്തിയത്. പക്ഷെ ആ വെല്ലുവിളി മറികടന്ന് തരൂര് പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നെങ്കിലും ലോക്സഭയിലെത്തി. പക്ഷെ അന്ന് തുടങ്ങി തരൂരിന് കഷ്ടകാലമാണ്. കാരണം കോൺഗ്രസ് ഒട്ട് ജയിക്കുന്നുമില്ല. അദ്ദേഹത്തിന് BJPയിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹം സ്വപ്നം കണ്ട പദവികളിലേക്ക് അദ്ദേഹത്തിന് എത്താനോ കഴിയുന്നില്ല. കാരണം കോൺഗ്രസ് ജയിച്ചു വന്നാലേ UPA സർക്കാർ രൂപീകരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മേൽഗതിയുള്ളൂ. അങ്ങനെ UPA സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ BJPയുമായിട്ട് അടുക്കാനുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തുന്നതായിട്ട് പൊതുവെ അങ്ങനൊരു പറച്ചിലുണ്ട്, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ BJPയിലേക്കുള്ള പോക്ക് അത്ര എളുപ്പമല്ല, ലളിതമല്ല. അതെല്ലാവർക്കും മനസ്സിലായി, അദ്ദേഹത്തിനും മനസ്സിലായി. മാത്രമല്ല, അദ്ദേഹം നേരിട്ട് BJPയിലേക്ക് അങ്ങനെ പോയാൽ ഒരു പക്ഷേ ഇന്ന് കിട്ടുന്ന ജനപിന്തുണ അദ്ദേഹത്തിന് കിട്ടുമോ എന്ന് പോലും സംശയമുണ്ട്, പ്രത്യേകിച്ച് കേരളം ആയതുകൊണ്ട്. അങ്ങനെയെല്ലാം ഉള്ളൊരു സാഹചര്യത്തിലാണ് തരൂർ ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിലും കൂടി വിജയിച്ച്, അന്ന് അദ്ദേഹം തോറ്റുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം നേരെ BJPയിൽ പോയി ചേർന്നേനെ. പക്ഷെ അദ്ദേഹം ജയിച്ചു. വലിയൊരു ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ജയിച്ച് ഇപ്പോഴും പ്രതിപക്ഷത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ ആ പ്രതിപക്ഷത്തിരിക്കുന്ന തരൂർ പഴയ തരൂരല്ല, വളരെ കരുത്തനാണ്. നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളാണ് തരൂർ. കേരളത്തിൽ നിന്ന് മറ്റൊരാളും സമാനമായ രീതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്, അത് NK പ്രേമേന്ദ്രനാണ്. പക്ഷെ പ്രേമേന്ദ്രന് കേരളത്തിൽ ഒരു പാർട്ടിയുണ്ട്, അസ്തിത്വമുണ്ട്. ആ പാർട്ടിക്ക് വേണമെങ്കിൽ ഏത് മുന്നണിയിലും ചേരാം. ശശി തരൂരിന് അങ്ങനെ ഒരു സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച്, BJPയിൽ പോകുന്നതിന് പകരം മറ്റൊരു പാർട്ടിയിൽ ക്രൈസ്തവർക്കും ഈ പറയുന്നത് പോലെ നായർ സമുദായത്തിനുമൊക്കെ ഒരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ഒരു പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് തരൂർ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലയാളം ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസ്സിന് വേണ്ടാത്ത തരൂരിനെ ക്രൈസ്തവ സഭകൾക്ക് വേണം, ക്രൈസ്തവർക്ക് സ്വീകാര്യനായ തരൂർ. എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും BJPയുടെ തന്ത്രമാണ് ഈ മറുപാർട്ടികളിൽ നിന്നും പ്രധാനപ്പെട്ട വ്യക്തികളെ
മറുകണ്ഠം ചാടിച്ച് ഒരു സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയെ NDAയുടെ ഘടകകക്ഷിയാക്കി മാറ്റുക എന്നത് ഉത്തരേന്ത്യയിലെല്ലാം നടപ്പിലാക്കി വരുന്ന ഒരു തന്ത്രമാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണോ? ശ്രീജിത്ത് പറഞ്ഞതിൽ നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഉത്തരേന്ത്യയിൽ എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു അത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് കൂടുതൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് BJP. മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ചില നീക്കുപോക്കുകളൊക്കെ നടത്തി ഈ ചില പാർട്ടികളെയൊക്കെ രൂപീകരിച്ച് അതിലേക്ക് ആൾക്കാരെ ചാടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് BJP. അത് BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷെ അത് ഏറ്റവും ഫലപ്രദമായിട്ട് വിജയിച്ചത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. നാഗാലാൻഡ്, മിസോറാം അങ്ങനെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, മണിപ്പൂരടക്കം. ത്രിപുരയിൽ BJPക്ക് വലിയ നേട്ടമുണ്ടായി. ഒറ്റയ്ക്ക് BJPക്ക് ഭരിക്കാൻ പറ്റുന്നു. ആസാമിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു. പക്ഷേ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ BJP കൂട്ടുകക്ഷി ഭരണമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ BJP ചെയ്തത് അത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അതിനെ തട്ടിപ്പറിക്കുന്ന രീതിയിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി നേതാക്കളെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കി അവിടെ ഭരണം പിടിക്കുക. ആ തന്ത്രം BJP വിജയിച്ചു. കേരളത്തിലും അങ്ങനൊരു തന്ത്രം BJP പയറ്റാനുള്ള BJP കേന്ദ്ര നേതൃത്വം പയറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ചരടുവലികൾക്കിടയിൽ പെട്ട് കേരള ജനത എങ്ങോട്ടും പോകാനാകാതെ ശ്വാസം മുട്ടുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു പൊളിച്ചെഴുത്ത്, ഈ മുന്നണി സമവാക്യങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ BJP ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെറിയ കക്ഷികളെ നിലവിലെ മുന്നണികളിൽ നിന്ന് പതുക്കെ പിടിച്ചെടുക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പിടിച്ചെടുത്താൽ BJPക്ക് ഭരണം വേണമെങ്കിലേ അവരും കൂടെ വരികയുള്ളൂ. ഇല്ലാതെ ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസോ അല്ലെങ്കിൽ ഈ ജനതാദളോ അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ BJPക്ക് ഒപ്പം വരണമെങ്കിൽ BJP കേരളത്തിൽ ഭരണം പിടിക്കും, കുറഞ്ഞ പക്ഷം മുഖ്യ പ്രതിപക്ഷം എങ്കിലും ആകും എന്നൊരു അവസ്ഥ വരണം. അല്ലാതെ ഇവരാരും വരുമെന്ന് നമ്മൾ കരുതണ്ട, മുന്നണിയിലേക്ക് വരും എന്ന് കരുതണ്ട. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളം ഒരു ബാലികേറാമലയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇതിനെ ഒന്ന് പൊളിക്കാനാണ് BJPയുടെ ശ്രമം. അത് ശശി തരൂർ വഴി ചിലപ്പോൾ അവർ നടത്തിയെടുക്കും. അങ്ങനെയെങ്കിൽ തരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ക്രിസ്ത്യൻ നായർ, നസ്രാണി നായർ കൂട്ടുകെട്ടുള്ള ഒരു പുതിയ പാർട്ടി രൂപീകരിക്കും. ആ പാർട്ടിയെ തരൂർ നയിക്കും. ആ പാർട്ടി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ BJPയുടെ വോട്ടും കൂടെ അതിനോടൊപ്പം ചേർന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവര മാറ്റി എഴുതാനാകും. അങ്ങനെ ഒരു തന്ത്രം BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തരൂര് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ഇടഞ്ഞു നിൽക്കുക, അവരോട് ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സന്ദർഭവശാൽ സൃഷ്ടിക്കപ്പെടുക, അതിൽ കുറേയൊക്കെ തരൂരിനും പങ്കുണ്ട്. എങ്കിലും പൊതുവായ സാഹചര്യം ആ പറഞ്ഞതുപോലെ തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു തരത്തിലേക്ക്, അത് തരൂര് AICC പ്രസിഡൻ്റായിട്ട് മത്സരിച്ചപ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ തരൂരും കോൺഗ്രസും തമ്മിൽ ഇടയുമ്പോൾ അതിനെ മുതലെടുക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കാണുന്ന ഒരു കാഴ്ച. അങ്ങനെ തരൂർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് രംഗത്ത് വന്നാൽ എന്തുകൊണ്ട് അതിന് മുന്നോട്ട് പോയി വിജയിക്കാൻ സാധിക്കില്ല? അപ്പോൾ നേരിട്ട് കേരളം പിടിക്കാൻ ഈ ന്യൂനപക്ഷങ്ങളുടെ സ്വാധീനവും സമ്മർദ്ദവും ഉള്ളതുകൊണ്ട് BJPക്ക് സാധിക്കില്ല എന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. കുറച്ച് സീറ്റുകളൊക്കെ ജയിക്കാൻ പറ്റിയേക്കും. അതിനപ്പുറത്തേക്ക് ഭരണം പിടിക്കണമെങ്കിൽ ഈ BJP നേതൃത്വത്തിലുള്ള ഇന്നത്തെ NDA, കേരളത്തിൽ NDA എന്ന് പറഞ്ഞാൽ BJPയും BJPയെ കൂടാതെ പിന്നെ അതിനകത്തുള്ളത് BDJS ആണ്. BDJSൻ്റെ സ്വാധീനം എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? വേറൊരു പാർട്ടിയും BJP ആയിട്ട് കേരളത്തിൽ അങ്ങനെ കാര്യമായി സഹകരിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം, ഒരു രാഷ്ട്രീയ താരോദയം ഒക്കെ ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു. അത് ശശി തരൂരിനെ അതിലേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ പറഞ്ഞതുപോലെ തരൂരിനെ മുന്നിൽ നിർത്തി ഒരു നായർ നസ്രാണി കോമ്പിനേഷനിലുള്ളൊരു രാഷ്ട്രീയ പരീക്ഷണം BJP നടത്തിയേക്കാം. അങ്ങനെ നടത്തിയാൽ തരൂരിനും അതുകൊണ്ട് ഗുണമുണ്ടാവും, BJPക്കും അതുകൊണ്ട് നേട്ടമുണ്ടാകും.
അംഗവും കാണാം, താളിയും കുടിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.